നമുക്ക് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വകയായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഒരു 23,000. പ്രിയമുള്ളവരെ നമസ്കാരം. മറ്റൊരു വീഡിയോ ആണേ. നമ്മുടെ നാടായ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ശ്രീബുദ്ധ സെൻട്രൽ സ്കൂളിനോട് ചേർന്ന് എൻ്റെ 3 സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു 2 സെൻറ്റ് സ്ഥലം വളരെ മനോഹരമായിട്ട് കുഴിച്ച് 5 അടി താഴ്ചയിൽ അവരതിലേക്ക് പ്ലാസ്റ്റിക് പടലയൊക്കെ ഇട്ടിട്ട് മീനെ വളർത്തി. ആ മീനിൻ്റെ വിളവെടുപ്പാണ് സർക്കാരിൻ്റെ സഹായത്തോടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അങ്ങനെയുള്ള ജനപ്രതിനിധികളൊക്കെ വന്ന് ചേർന്നിട്ടുള്ളൊരു മഹാസന്തോഷമുള്ള നിമിഷങ്ങളാണ്. കുട്ടികളുമൊക്കെ ആയിട്ട് രാവിലെ ഞങ്ങൾ എത്തിയതാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് ആ മീൻ പിടിക്കുന്നതും അത് വിൽക്കുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഒപ്പം തന്നെ കുറച്ച് ഇതെങ്ങനെ വളർത്തണം, എത്ര സെൻറ്റ് സ്ഥലത്ത് വളർത്താൻ സാധിക്കും, എന്തൊക്കെയാണ് സബ്സിഡി, എങ്ങനെയൊക്കെയാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള ഒരു നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സബ്സിഡിയെക്കുറിച്ചൊക്കെ പല ഭാഗത്തായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കണം. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ നമ്പറിലൊക്കെ എടുത്ത് അവരെ വിളിച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരുപാട് വീഡിയോകൾ ഇത്തരം വന്നിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ഇത്തരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അതിനെ അങ്ങനെ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ വാളിൽ പോസ്റ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട്. നമ്മളൊരു മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത സംഭവമാണ്. എല്ലാവർക്കും നന്ദി. വീഡിയോ കാണണം. ഫിഷറീസ് വകുപ്പിൽ നിന്നും നാഷണൽ ഫിക്സ്ഡ് ഫാം പോളച്ചിറയിൽ നിന്നാണ് നമ്മൾ 1000 കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഈ ഉപഭോക്താവിന് വരുന്ന ചിലവെന്ന് പറയുന്നത് 73,800 രൂപയാണ്. അപ്പോൾ ഇത്രയും സംവിധാനങ്ങളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. 8 മുതൽ 10 മാസം കൊണ്ട് 500 ഗ്രാം വരെ വളർച്ചയുള്ള അനബാസ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സംരംഭ മേഖലയിലേക്ക് ഇനിയും ഇതുപോലെയുള്ള യുവ കർഷകരെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് ആവശ്യമുണ്ടെങ്കിലും എനിക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ നമ്മളും സന്നദ്ധരാണ്. നമ്പർ വെക്കാൻ പറ്റുമല്ലോ? നമ്പർ വെക്കാം. ഇതാണ് നമ്മുടെ തൊടിയൂരെയും തഴവിയിലെ ഉള്ള അക്വാകൾച്ചർ പ്രൊമോട്ടർ ശ്രീലേഖ ചേച്ചിയാണ്. അപ്പൊ ഫീൽഡ് തലത്തിലുള്ള കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടുന്ന എന്ത് സഹായം നമുക്ക് ചെയ്തു തരുന്നത് ചേച്ചിമാരായിരിക്കും. ചേച്ചിമാരെയും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇത് ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ ആണ്. പുതിയ തലമുറയിലുള്ള ആളുകൾ പുതിയതായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുറേ സ്ഥലങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഉപകാരപ്പെടും അല്ലേ? അതെ, കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. അതായത് 2 സെന്റ് ഭൂമി മതി. അത് അതിൽ നിന്ന് മണ്ണ് കുഴിച്ച് ഇതുവരെ പോയി ചെയ്തതുപോലെ ഈ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വിരിച്ച് അതിന് മുകളിൽ വെള്ളം നിർത്തി ഇതിന് പ്രത്യേകിച്ച് എയറേഷൻ കൊടുക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും പമ്പൊക്കെ വെക്കണം. പമ്പ് വെച്ച് വെള്ളം സെറ്റ് ചെയ്യണം. വളരെ മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഈ കരട്ടി വളർത്തുന്നതുകൊണ്ട് മെയിൻ്റനൻസ് കുറവാണെന്നാണ് ഈ പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം ജില്ല കരുനാഗപ്പള്ളി പോലുള്ള ഈ താലൂക്കുകളിൽ ഇത്തരം സംരംഭങ്ങൾ വളരെ കുറവല്ലേ? ആലപ്പുഴ ജില്ലയിലാണെങ്കിലോ ഒരുപാടുണ്ട്. അപ്പം നമ്മുടെ കൊല്ലം ജില്ല പോലുള്ള ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ വീഡിയോ വെക്കുന്നത്, ആളുകൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇവർ അതിനുവേണ്ട സഹായങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും ഒക്കെ അവരെ വിളിച്ചാൽ നമുക്ക് തരാൻ സാധിക്കും. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും. ഒരുപാട് സപ്പോർട്ട് അവർക്ക് തരാൻ സാധിക്കും. എന്തായാലും ഈ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ ചെറിയൊരു പദ്ധതി ആണെങ്കിൽ പോലും ഒരു ഇനി വരുന്ന വർഷങ്ങളിൽ ഒരുപാട് വിളവ് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യത്തെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ ഉള്ളൂ. 15 വർഷമാണ് ഈ പ്ലാസ്റ്റിക്കിന് ഒരു വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരുപാട് പ്രാവശ്യം ഇതുപോലെ കർഷകന്മാർ വരട്ടെ, ഒരുപാട് വിളവെടുപ്പ് നടക്കട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. ഇവർ ചെയ്ത ആളുകളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താം. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ 3 ആളുകളിലൊരു 2 ആളുകൾ. അനീഷുണ്ട്. വേറെ ആരാ അനീഷിൻ്റെ കൂടെ ഉള്ള? അനീഷും നജീലും ഒക്കെയാണ് ഈ 2 സെൻറ്റ് കുഴിച്ച് ഈ രൂപത്തിലേക്ക് നമ്മുടെ ഈ കുളത്തിനെ കൊണ്ടെത്തിച്ച് അതിലേക്ക് മീൻ കുഞ്ഞുങ്ങളെ ഇറക്കി. ഇന്നിപ്പം നമ്മളിതിനകത്തുനിന്ന് മീനൊക്കെ പിടിച്ച് എല്ലാം നിമിഷ നേരം കൊണ്ട് വിറ്റുപോയി. വലിയൊരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു. ഒരുപാട് ആളുകൾ പങ്കെടുത്ത് ഞങ്ങളുടെ നാട്ടിലെ മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും അതുപോലുള്ള പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ എല്ലാവർക്കും ഒരു സന്തോഷം നൽകിയ ഒരു നിമിഷമായിരുന്നു ഇത്. ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ഉള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ വരട്ടെ എന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വീണ്ടും
ഇതെല്ലാം പോകും. നമ്മള് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ചേർന്നുകൊണ്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മത്സ്യകൃഷിയാണ്. നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ മത്സ്യങ്ങളെ എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതായത് വീട്ടുവളപ്പിലെ പഴുതാക്കുളങ്ങളിലെ മത്സ്യകൃഷി. നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഓച്ചിറ ബ്ലോക്കിൽ നിന്നും ഒരു 29,600 രൂപ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ടാർപ്പയിട്ട് വിരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കെട്ടുന്നതിന് വേണ്ടിയിട്ട്, കുളം കുഴിക്കുന്നതിന്, ടാർപ്പ വിരിക്കുന്നതിന്, അതിനൊക്കെ വേണ്ടിയിട്ട് 29,600 രൂപ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന മുഴുവൻ പേരെയും ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ ഡിസംബർ 17 ഞായറാഴ്ച രാവിലെ ഞങ്ങൾ 6 മണിയോട് തുടങ്ങി ഞങ്ങളുടെ ഈ പരിപാടിയൊക്കെ വീക്ഷിക്കാനെത്തിയ ആളുകളും ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും എല്ലാവരും ചേർന്ന് ഫിഷറീസ് വകുപ്പിൻ്റെ പ്രൊമോട്ടറും അങ്ങനെയുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം ചേർന്ന് നാട്ടുകാരൊക്കെ ചേർന്ന് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആ 3 സുഹൃത്തുക്കൾക്ക് ഒരു വലിയൊരു പ്രചോദനമായത്, വലിയൊരു പ്രയോജനമായത്, അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കും ഇത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയത്. ഇത്തരം വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.